കൈതവരമ്പത്തോട് ഇത്തിരി നേരമല്ല ഒത്തിരി നേരം നടന്നിട്ടുണ്ട്. കാരണം പൈനാപ്പിൾ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്. കോട്ടയം വാഴക്കുളം മൂവാറ്റുപുഴ സൈഡിൽ കൂടെ പോയി കഴിയുമ്പോഴത്തേക്ക് ഇതേപോലെ നമുക്ക് പൈനാപ്പിൾ കൃഷി കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിലൊരു പൈനാപ്പിൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മേളിലത്തെ ആ ഒരു തൈ വെച്ചിട്ട് പുതിയ പൈനാപ്പിൾ ചെടി ഉണ്ടാവാനൊക്കെ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കൃഷി ചെയ്യുന്നത്. ഇത് ചെടിയിൽ നിന്ന് തന്നെ വരുന്ന തൈ ഉപയോഗിച്ചാണ് കേട്ടോ ഇവിടെ ഇത്രയും വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നത്. അപ്പോൾ നല്ല വെയിലുള്ള സ്ഥലത്താണ് ഈ കൃഷി നടത്തുന്നത് കേട്ടോ. ഇപ്പോൾ ഇടവിളയായിട്ട് കൂടുതലും പൈനാപ്പിൾ കൃഷി ചെയ്യാറുണ്ട്. ഇവിടെ റബ്ബറിൻ്റെ തൈകളുടെ ഇടയ്ക്കാണ് ഈ പൈനാപ്പിൾ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഒരു നല്ല വീട് കണ്ടു. ഈ പൈനാപ്പിളൊക്കെ നോക്കുന്ന ജോലിക്കാരുടെ വീടാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം അവിടെ നിന്നു. അപ്പം നല്ല മുള്ളൊക്കെ കൊള്ളുമെങ്കിലും പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് ആലോചിക്കുമ്പോൾ എനിക്ക് അവിടെ നിന്ന് പൈനാപ്പിളിനെ തന്നെ സൂം ചെയ്യാൻ വേണ്ടി തോന്നി ഗൈസ്. അപ്പോൾ ഇപ്പോൾ പഴയ പോലെ പൈനാപ്പിളിന് ഒരു പഴുക്കുന്ന കാലമൊന്നുമില്ല. രാസവളമോ അതുപോലെ തന്നെ ഹോർമോണൊക്കെ ഉപയോഗിച്ചാണ് ഇതിനെ വാണിജ്യ അടിസ്ഥാനത്തിൽ പഴുപ്പിച്ചെടുക്കുന്നത് ഗൈസ്. അപ്പോൾ ആ പഴയ പോലെ ടേസ്റ്റൊന്നും നമുക്ക് കിട്ടാറില്ല എന്ന് ആലോചിച്ചുകൊണ്ട് ഞാൻ അതിൻ്റെ അടുത്ത് പോയിരുന്നു. പഴുത്തൊന്നും കിട്ടാത്തതുകൊണ്ട് സങ്കടമായിട്ട് തിരിച്ചു പോകുന്ന അത്രേ ഉള്ളൂ. പുതിയ വീഡിയോ കാണാം.